ഈ രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് പറഞ്ഞില്ല ഇത് ഒരു ഹൈജാക്ക് ചെയ്താണ്, ലീഗ് ഹൈജാക്ക് ചെയ്താണ്? മാത്രമല്ല വെള്ളാപ്പള്ളിക്കെതിരെയും അതുപോലെ ജി സുകുമാരൻ നായർക്കെതിരെയും കൊലവിളി പ്രസംഗം നടത്തി ആരും പറഞ്ഞില്ലല്ലോ. ചെന്നിത്തല പോലും ഒരു അക്ഷരം മിണ്ടിയില്ല. കെ.സി. വേണുഗോപാലും പറഞ്ഞില്ലല്ലോ. കെ.സി. വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയപ്പോൾ ധൈര്യം അത്രയ്ക്ക് ആർജവമുണ്ടെങ്കിൽ ഹൈക്കമാൻഡിൽ ബന്ധമുണ്ടെങ്കിൽ പറയാലോ ഇത് ഹൈജാക്ക് ചെയ്തതാണ്, അനാവശ്യമായി ലീഗ് ഹൈജാക്ക് ചെയ്താണ്. BJP മാത്രമാണ് ആരോപണം ഉന്നയിച്ചത്. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അവിടെയാണ് പറയുന്നത്, ഈ പറയുന്ന സംഘടിത വോട്ട് ബാങ്കിനെ നിങ്ങൾ പൊളിക്കാത്തിടത്തോളം കാലം ഇത് നടന്നുകൊണ്ടേയിരിക്കും, ഇതിനപ്പുറം നടന്നുകൊണ്ടിരിക്കും. ഇനി കൂടുതൽ വിഷയങ്ങളിലേക്ക് വരും. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തിടാലോ. ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ്, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം വന്നു, കോൺഗ്രസിലുള്ള ഒരു അഭിപ്രായം വന്നു, വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് ഏറ്റെടുക്കണം. അത് ക്രൈസ്തവ സംഘടനകളുടെ കൂടി താല്പര്യപ്രകാരമാണ് അത് വന്നത്. എവിടെ നടപ്പാവാൻ പോകുന്നു? പക്ഷേ ഇന്ന് UDF അക്കാര്യത്തിൽ സമവായത്തിൽ എത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് നൽകാം എന്നുള്ള തരത്തിൽ ധാരണയായിട്ടുണ്ട്. വിദ്യാഭ്യാസം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകില്ലെന്ന്, അതിലേറ്റവും വിഷയം. വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല, വ്യവസായ വകുപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല, നമ്മുടെ PWD ചുരുക്കത്തിൽ കേരളത്തിന്റെ വരുമാനത്തിന്റെ അല്ലെങ്കിൽ 65% കൈയാളുന്ന വകുപ്പുകൾ വളരെ കൃത്യമായി മുസ്ലിം ലീഗിന്റെ പക്ഷത്തേക്ക് ആണ് പോകാൻ പോകുന്നത്. അങ്ങനെയാണ് മന്ത്രിസഭ രൂപീകരണം ഉണ്ടാകാൻ പോകുന്നത്. ഘടകകക്ഷികൾക്ക് ആ രീതിയിലായിരിക്കും വിഭജിച്ചു കൊടുക്കാൻ. തീർച്ചയായിട്ടും, അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന് ലീഗ് പറഞ്ഞാൽ, കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അതും അംഗീകരിച്ച് തീരൂ, അല്ലാതെ മറ്റൊരു വഴിയില്ല. ഞാൻ പറഞ്ഞത് നമ്മളെ മുന്നിൽ കാണുന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണ്ടേ? എന്തൊരു ഓപ്ഷൻ ഉണ്ട്? അതെ അനൂപേ, അക്കാര്യത്തിൽ ഈ ലീഗിനെ കീഴടങ്ങുന്നതിന്റെ വളരെ കൃത്യമായൊരു പൊളിറ്റിക്സ് ഇപ്പോൾ ഇവിടത്തെ മാത്രമല്ല, ഈ അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വത്തിന്റെ ഒരു പരിഗണിക്കുകയാണെങ്കിൽ രാഹുലിന് താല്പര്യം കെ.സി. വേണുഗോപാലായിരുന്നു. പക്ഷേ പ്രിയങ്കയെയാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇനി പ്രിയങ്കയ്ക്ക് ജയിക്കാൻ ഒറ്റ സീറ്റേ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ, അത് വയനാട് മാത്രമാണ്. വയനാട് ഷുവർ സീറ്റാണെന്ന് നിങ്ങൾ കരുതേണ്ട എന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത കൊടുപ്പിച്ചു. ആ ഫ്ലെക്സൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു വ്യക്തിപരമായ താല്പര്യം കൂടി ഈ ലീഗ് വരച്ച വരയിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിന്റെ കൂടി ഒരു കാര്യമുണ്ട് അതിൽ. ഈ ലീഗിൻ്റെ അടക്കമുള്ള പ്രാദേശിക നേതാക്കളെയൊക്കെ ഇന്ദിരാഗാന്ധി പണ്ട് വരച്ച വരൽ നിർത്തിയിരുന്നു. ഇപ്പം ലീഗ് പോലുള്ള സംഘടനകളുടെ അവർ വരയ്ക്കുമ്പോൾ ആ വരയിലോട്ട് നീങ്ങി നിൽക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ കോൺഗ്രസിൻ്റെ പുതിയ തലമുറകളുടെ നെഹ്റു കുടുംബത്തിലുള്ളവർ ചെയ്യുന്നത്. കാരണം പ്രിയങ്കയ്ക്ക് അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവർക്ക് 46,000 60,000 വോട്ടിൻ്റെ ഒക്കെ ലീഗിൻ്റെ അപ്രമാദത്തുള്ള മണ്ഡലങ്ങളിൽ അത്ര വോട്ടുകളാണ് പ്രിയങ്ക കിട്ടുന്നത്. അപ്പം നാളെ ഇപ്പം പ്രിയങ്ക ഇന്ന് രാഹുലും പ്രിയങ്കയും കൂടെ തീരുമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു VD സതീശൻ വേണ്ട, മറ്റേ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ മതി എന്ന് തീരുമാനിച്ചാൽ പിന്നെ പ്രിയങ്കയ്ക്കോ രാഹുലിനോ ഒരു ലോക്സഭാ മെമ്പർ ആകാൻ വേണ്ടി സാധിക്കില്ല. കാരണം അവർ അത്രമാത്രം ഇവർ ലീഗിന് അടിമപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇനി ഇത് മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിസ്ഥാനങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നു. അടുത്ത ദിവസങ്ങൾ അതിൻ്റെ ചർച്ച നടക്കുന്നു. ഇന്നിപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് വേണ്ടി പിടിമുറുക്കുന്നു. പക്ഷേ കൊടുക്കത്തിന് സദസ്യമുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, കോൺഗ്രസിലും ചില ലീഗ് MLA-മാരുണ്ട്. അൻവർ സാദത്തുണ്ട്, T. സിദ്ദിഖുണ്ട്. പക്ഷേ ഇവരൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെയോ ലീഗിൻ്റെയോ അടിമകളല്ലെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് ആർക്കും തന്നെ മന്ത്രിയാകാൻ സാധിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ പണ്ട് ആര്യാടൻ മുഹമ്മദ് ഉണ്ട്. ആര്യാടൻ ലീഗുമായിട്ട് നല്ല ഫൈറ്റ് നടത്തിയിരുന്ന ഒരാളാണ്. ആ ആര്യാടൻ അവിടുന്ന് ലീഗുമായിട്ട് അതുപോലെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്യാടൻ അവിടെ ജയിച്ചിട്ടുണ്ട്, തലയെടുപ്പോടെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആര്യാടന് ശേഷം മറ്റൊരു ആര്യാടൻ കേരളത്തിലെ കോൺഗ്രസിനില്ല. അതിൻ്റെ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇപ്പോൾ ഇത്ര വലിയ മറ്റേ അതിപ്രതാപിയാണ് കെ.സി. വേണുഗോപാൽ. ആ കെ.സി. വേണുഗോപാലിന് ഇങ്ങോട്ടൊക്കെ അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഇപ്പോൾ എറണാകുളം ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിൽ ഒരാൾക്ക് ജയിക്കണേൽ ലീഗിൻ്റെ അനുവാദം വേണ്ടേ? ലീഗ് അനുവദിച്ചില്ലെങ്കിൽ ലീഗിൻ്റെ മോഹം കർത്താൽ തീർന്നു. കുഞ്ഞാലിക്കുട്ടിയുടെയോ സാദിഖലി തങ്ങളുടെയോ ഒക്കെ KM ഷാജിയോടെ ഒക്കെ മോഹം കർത്താൽ പിന്നെ അവർക്ക് നിയമസഭയോ ലോക്സഭയോ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ലീഗ് പറഞ്ഞിടത്ത് സാഷ്ടാംഗം നമസ്കരിക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ്. നമുക്ക് ചുരുക്കി പറയാം,
അല്ല അതാണ് ഞാൻ പറഞ്ഞത്, അതിന് മറ്റൊരു വഴിയില്ല, അതിന്റെ മറ്റു വഴിയില്ല. അല്ലെങ്കിൽ സംഘടിതമായി മറ്റൊരു വോട്ട് ബാങ്ക് കേരളത്തിൽ രൂപപ്പെട്ടു വരണം. അതെ, ആ വോട്ട് ബാങ്ക് റൈറ്റ് സൈഡിന്റെ വോട്ട് ബാങ്ക് കേരളത്തിൽ ഇല്ലാതായി പോയി. എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഈ കഴിഞ്ഞ എത്രയോ കാലം കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അത്തരത്തിൽ ഒരു ബദൽ സംഘടിത വോട്ട് ബാങ്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ ശാപമുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തവണ ആ ബിജെപിയുടെ 3 സീറ്റ്, അതായത് നേരത്തെ അതായത് ഈ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം സഭയിൽ വന്നാൽ, ഇപ്പോ CAA, അങ്ങനെ വഖഫ്, ഇങ്ങനെയൊക്കെ മദനിയുടെ വിഷയം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ സഭ ഏകകണ്ഠമായി ആ പ്രമേയം പാസ്സാക്കുകയും ആ നിലപാടിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. അപ്പോൾ അതിൽ ഇടത് വലത് ഭേദമില്ല. പക്ഷേ ഇത്തവണ ഈ നിയമസഭയിൽ ദേശീയവാദികളെ സംബന്ധിച്ച് പ്രതീക്ഷയേകുന്ന 3 പേർ നിയമസഭയിൽ വരുന്നുണ്ട്. അതാണ് വലിയ പ്രതീക്ഷ. സംഘടിതമായ മുസ്ലിം വോട്ട് ബാങ്കിന് ഇപ്പുറത്തെ ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് ബാങ്ക് BJP-ക്കൊപ്പം എത്തുകയാണ്. അതാണ് ഈ 3. പക്ഷേ ഒരു കാര്യം സമയം അവസാനിക്കുമ്പോൾ ഞാനൊരു പറഞ്ഞുതരാം. ഒരു 2001 അല്ലെങ്കിൽ 2006 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രതാപശാലികൾ മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ നേതാക്കന്മാരായിരുന്നു. ഇന്ന് എന്താണ് UDF വരുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തിനുള്ള ഒരു മേൽക്കോയ്മ എന്ന് പറയും? ഒന്നുമില്ല. അപ്പോൾ ആ ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ കൂടെ ചിന്തകൾ മാറണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, ഇല്ലേ? അപ്പൊ ആ ഒരു വിഭാഗത്തിന് ഉമ്മൻചാണ്ടി, KM മാണി, PJ ജോസഫ്, TM ജേക്കബ്, ആരൊക്കെ പ്രതാപശാലികൾ, അങ്ങനെ ഒരാളില്ല. ഇല്ല. അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾക്ക് പോലും ഇതില്ല. അവരുടെ ഒരു എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ അവരോട് UDF അഭിപ്രായം ചോദിക്കുന്നത് സംശയമാണ്. PCR